കോൺഗ്രസിനകത്ത് അതായത് അധികാരത്തിൽ ഏറിയാൽ ആരാകും മുഖ്യമന്ത്രി എന്നത് സംബന്ധിച്ച് നേതാക്കൾക്കിടയിൽ അഭിപ്രായങ്ങൾ വ്യത്യസ്തമാണോ? രമേശ് ചെന്നിത്തല തന്നെ മുഖ്യമന്ത്രിയാകും എന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് PJ കുര്യൻ പറയുന്നത്. തിരുവല്ല മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ രമേശ് ചെന്നിത്തല പങ്കെടുത്ത അതേ യോഗത്തിൽ ആയിരുന്നു PJ കുര്യന്റെ ഈ പ്രതികരണം. ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന് നേരത്തെ K സുധാകരനും വ്യക്തമാക്കിയിരുന്നു. എന്തായാലും മെയ് 9-ാം തീയതി നമ്മൾ ജയിക്കും. നമ്മൾ ജയിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രി ചിലപ്പോ ഇവിടെ ഇരിക്കുന്ന രമേശായിരിക്കും. അല്ല, എനിക്ക് അറിയില്ല. ചിലപ്പോ രമേശ് പറയുന്നത് പാർട്ടിയാ തീരുമാനിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഇപ്പോൾ രമേശിന്റെ വലത്ത് പരീക്ഷ സ്വാമി ഇരിക്കുന്നത് പോലെ അസംബ്ലിയിൽ രമേശിന്റെ വലത്ത് പരീക്ഷ സ്വാമി എന്നായിരിക്കും. അതിന് ഞാൻ പറഞ്ഞല്ലോ, വളരെ അനുകൂലമായ സാഹചര്യം പശ്ചാത്തലം നമ്മൾ ഒന്നിച്ച് നീക്കണം. യെസ്, അതായത് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന പൂർണ്ണമായ വിശ്വാസം PJ കുര്യൻ വെച്ചു പുലർത്തുകയാണ്. ഒപ്പം അധികാരത്തിലേറുമ്പോൾ മുഖ്യമന്ത്രി കസേരയിൽ രമേശ് ചെന്നിത്തലയായിരിക്കും എന്നത് തന്നെയാണ്. നമുക്കറിയാം, VD സതീശൻ ഉൾപ്പെടെ നയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ VD സതീശനാകുമോ ക്യാപ്റ്റൻ എന്നതിൽ ഉൾപ്പെടെ ചർച്ചകൾ പുരോഗമിക്കുന്നതിന് ഇടയിൽ ആണ് ഹൈക്കമാൻഡാണ് ഇത് സംബന്ധിച്ച് തീരുമാനം എടുക്കുക എന്ന തരത്തിലുള്ള പ്രതികരണം PJ കുര്യന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. പക്ഷേ അവിടെ ഹൈക്കമാൻഡ് തെരഞ്ഞെടുക്കാൻ പോകുന്നത് രമേശ് ചെന്നിത്തലയാണ് എന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നു. ഡാൻ ആണ് ചേരുന്നത്. ഡാൻ, ഇതാ ഈ മുഖ്യമന്ത്രി കസേരയിലേക്ക് ആര് എന്നത് കോൺഗ്രസിൽ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന ഘട്ടത്തിലടക്കം ചർച്ചയായതാണ്. അവിടെയായിരുന്നു KC വേണുഗോപാലിന്റെ പേരടക്കം ഉയർന്നു വന്നത്. പക്ഷേ MP-മാർക്ക് മത്സരിക്കാൻ അവസരം നൽകിയിട്ടില്ല ഹൈക്കമാൻഡ്. അപ്പോഴും മത്സരിക്കുന്ന രണ്ട് മുതിർന്ന നേതാക്കളാണല്ലോ രമേശ് ചെന്നിത്തല ഒപ്പം VD സതീശനും. അവിടെ നേതാക്കൾ ഇത്തരത്തിൽ അഭിപ്രായം പറയുന്നത് ഏത് തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക, ഒപ്പം കോൺഗ്രസിന്റെ വിജയത്തെയും എന്നാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടേണ്ടത്. ഡാൻ, കേരളത്തിലടക്കം തെരഞ്ഞെടുപ്പ് നടന്ന ഒരു സംസ്ഥാനങ്ങളിലും സമീപകാലത്തൊന്നും ഒരു മുഖം ഉയർത്തിക്കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഒരു സമീപനം കോൺഗ്രസിനില്ല. കേരളത്തിലും അത് തന്നെയാണ് സ്ഥിതി. അതുകൊണ്ടാണ് ദേശീയ നേതാക്കളും സംസ്ഥാനത്തെ KPCC നേതൃത്വത്തിലടക്കമുള്ള ഭാരവാഹികളും അങ്ങനെ തന്നെ ആവർത്തിക്കുന്നത്. അതായത് ഒരു കൃത്യമായ മുഖം ഉയർത്തിക്കാണിച്ചുകൊണ്ടല്ല ആ നേതൃത്വം കേരളത്തിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ അടക്കം നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അത്തരം അഭ്യൂഹങ്ങൾക്ക് ഒന്നും ഒരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ല. ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ കാണും. അത് അവർ വ്യക്തിപരമായി പലയിടത്തും പരസ്യമായും രഹസ്യമായും പ്രകടമാക്കുമായിരിക്കാം. പക്ഷേ കോൺഗ്രസ് മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം അങ്ങനെ ഒരു വിജയകരമായ സാഹചര്യത്തിലേക്ക് വന്നാൽ പാർലമെന്ററി പാർട്ടിയിൽ ഏറ്റവും മുൻതൂക്കം ലഭിക്കുന്ന, പിന്തുണ ലഭിക്കുന്ന ഒരു നേതാവിനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുന്ന ഒരു പതിവാണ് നേരത്തെ ഉള്ളത്. ഹൈക്കമാൻഡിന്റെ ഇടപെടലും തീരുമാനവും ആ വിഷയത്തിൽ നിർണായകമാകും. ഇതാണ് അതുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഔദ്യോഗികമായ വിശദീകരണം. അതിനപ്പുറത്തെ കഴിഞ്ഞ ദിവസം K സുധാകരൻ, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ്, മുൻ KPC അധ്യക്ഷനാണ്, കണ്ണൂരിൽ മത്സരിക്കുമെന്ന് കരുതിയ നേതാവാണ്. അദ്ദേഹം പരസ്യമായി, അതായത് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയായി ആരെ താങ്കൾ നിർദ്ദേശിക്കും എന്ന ഒരു ചോദ്യത്തിന് താങ്കളുടെ അഭിപ്രായം എന്ത് എന്ന ചോദ്യത്തിന് അദ്ദേഹം നടത്തിയ പരാമർശമാണ് മുതിർന്ന നേതാവ്, കോൺഗ്രസിന്റെ കീഴ്വഴക്കമനുസരിച്ച് രമേശ് ചെന്നിത്തലയാണ് ഉമ്മൻചാണ്ടിക്ക് ശേഷമുള്ള ഒരു തലമുതിർന്ന നേതാവ്. അതുകൊണ്ട് അദ്ദേഹത്തെ അത്തരത്തിൽ പരിഗണിക്കണമെന്നതാണ് തന്റെ അഭിപ്രായം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അത് ശരിവെക്കുന്ന തരത്തിൽ മറ്റൊരു പരാമർശം കഴിഞ്ഞ ദിവസം PJ കുര്യന്റെ ഭാഗത്ത് നിന്ന് തിരുവല്ലയിൽ ഉണ്ടാകുന്നു. അങ്ങനെ മുതിർന്ന നേതാക്കളിൽ ഒരു വിഭാഗം പരസ്യമായി രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. പക്ഷേ അതൊന്നും ഹൈക്കമാൻഡിന് ഈ തീരുമാനമെടുക്കുന്നതിൽ ഒരു വിഭാഗം നേതാക്കളുടെ അഭിപ്രായമോ മറുവിഭാഗത്തിന്റെ മറു അഭിപ്രായമോ അതൊന്നുമല്ല പ്രസക്തമായി മാറുന്നത്. ഇതിൽ പ്രായോഗികമായി തെരഞ്ഞെടുപ്പിന് ശേഷം പാർലമെന്ററി പാർട്ടിയിൽ പിന്തുണ കൂടുതൽ ലഭിക്കുന്ന നേതാവ് അതാരാണോ, അത് പ്രതിപക്ഷ നേതാവ് VD സതീശനെങ്കിൽ അങ്ങനെ, രമേശ് ചെന്നിത്തലയെങ്കിൽ അങ്ങനെ, അതല്ല മറ്റൊരു പേരെങ്കിൽ അങ്ങനെ, അതിനപ്പുറത്തേക്ക് കൃത്യമായി ഒരു മുഖം ഉയർത്തി കാണിച്ചുകൊണ്ടല്ല ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ കൃത്യമായി വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായും. പക്ഷേ ഡാൻ ഈ സൂചിപ്പിക്കുന്ന പോലെ, ഡാൻ പറയുന്നത് പോലെ അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഉയർത്തി കാണിച്ചിരുന്നില്ല എന്നത് വസ്തുതയാണ്. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാമല്ലോ, കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് UDF വലിയ പ്രതീക്ഷ പുലർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അപ്പോഴും ഈ സ്ഥാനാർത്ഥി നിർണയം അടക്കം വൈകിപ്പോയതിലുള്ള അസ്വാരസ്യങ്ങൾ പൊതുവെ
കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും ഉണ്ടായിരുന്നു. അതിനിടെയായിരുന്നു കെ സുധാകരൻ തനിക്ക് മത്സരിക്കണമെന്ന ആവശ്യവുമായി രംഗത്ത് വന്നത്. 2 ദിവസം വാർത്തകളിൽ സുധാകരന്റെ സമ്മർദ്ദമാണ് നിറഞ്ഞു നിന്നത്. അതിനുശേഷം സുധാകരൻ കൃത്യമായ അതൃപ്തിയും പ്രകടിപ്പിച്ചു. അത് നമ്മൾ കണ്ടതാണ്. അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഭരണം ആവർത്തിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന് പറയുന്നൊരു പശ്ചാത്തലമുണ്ടാകുന്നു. ഒപ്പം KC വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ കളം നിറയാൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥി പട്ടികയിൽ 3-1 KC അനുഭാവികളാണ് എന്നൊരു നിരീക്ഷണമുണ്ട്. അപ്പോൾ മത്സര സമയത്ത് തന്നെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി ഇങ്ങനെയുള്ള അവകാശവാദങ്ങൾ, നേതാക്കളുടെ പ്രതികരണങ്ങൾ, അത് ഒരു പരിധിവരെയെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർക്ക് അതൃപ്തി ഉണ്ടാക്കുന്ന ഒന്നല്ലേ? അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം പരസ്യമായി ഈ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തുനിന്നോ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഭാഗത്തുനിന്നോ KC വേണുഗോപാലിന്റെ ഭാഗത്തുനിന്നോ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. മറുവശത്ത് അത്തരത്തിലുള്ള വലിയ പ്രചാരണം നടക്കുന്നുണ്ട്. അതായത് കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി അവകാശ തർക്കം നടക്കുന്നു എന്ന തരത്തിൽ. ഇതിലെ വസ്തുത ഈ 92 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ ഏതാണ്ട് 51-ലധികം ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന 51-ലധികം ആളുകൾ KC വേണുഗോപാൽ പക്ഷത്തോട് അനുഭാവം പുലർത്തുന്നവരാണ്. ശേഷിക്കുന്നതിൽ നാമമാത്രമായ സ്ഥാനാർത്ഥികൾ മാത്രമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും അതോടൊപ്പം ഒരു 20ഓ അതിന് മുകളിൽ മാത്രമാണ് രമേശ് ചെന്നിത്തലയ്ക്കുമൊക്കെ ഈ സീറ്റ് വീതം വെപ്പിൽ ലഭിച്ചിരിക്കുന്നത് എന്നാണ് കോൺഗ്രസിനകത്തും പുറത്തുമൊക്കെയുള്ള അടക്കം പറച്ചിൽ. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ KC വേണുഗോപാൽ, അതായത് MP-മാർ ആരും മത്സരിക്കേണ്ട എന്ന സംസ്ഥാനത്ത് നേതൃത്വമെടുത്ത തീരുമാനം അതേപടി ശരിവെക്കുന്ന നിലപാട് ഹൈക്കമാൻഡ് സ്വീകരിച്ചതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ അല്ലെങ്കിൽ UDF അധികാരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമുണ്ടായാൽ KC വേണുഗോപാൽ അത്തരത്തിൽ ഡയറക്റ്റായിട്ടൊരു എൻട്രിക്ക് ശ്രമിച്ചാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് KC വേണുഗോപാൽ കൃത്യമായി ബോധ്യമുള്ളയാളാണ്. അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു എടുത്തുചാട്ടം നടത്തുകയോ പക്വതയില്ലാത്ത സമീപനം സ്വീകരിക്കുകയോ ചെയ്യുമെന്ന് നമുക്ക് ഇപ്പോൾ കരുതുക വയ്യ. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായാൽ അപ്പോൾ മാത്രമേ അത് പരിഗണിക്കുകയുള്ളൂ എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളടക്കം വ്യക്തമാക്കുന്ന കാര്യം. കാരണം അദ്ദേഹം ദേശീയ തലത്തിൽ മറ്റൊരു പദവിയിലിരിക്കുന്ന വ്യക്തിയാണ്. ആ പദവിയിലിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിജയം കൈവരിക്കേണ്ടത് സംസ്ഥാനത്തെ ഏത് നേതാക്കളെക്കാൾ കൂടുതൽ KC വേണുഗോപാലിന്റെ ഒരു അനിവാര്യമായ ആഗ്രഹമാണ്. കാരണം അദ്ദേഹം സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരിക്കുമ്പോൾ സ്വന്തം സംസ്ഥാനത്ത് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി കോൺഗ്രസ് UDF പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ അധികാരത്തിലേക്ക് കോൺഗ്രസിനെ തിരിച്ചെത്തിക്കേണ്ടത് KC വേണുഗോപാലിന്റെ വ്യക്തിപരമായ ഒരു അനിവാര്യത കൂടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിൽ ഇങ്ങനെ സജീവമാകുന്നത്. കാരണം കേരളത്തിൽ ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് KC വേണുഗോപാലിന് തുടരാൻ കഴിയുമോ എന്ന തരത്തിലുള്ള ആശങ്ക വരെ അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾക്കുണ്ട്. കാരണം സ്വന്തം സംസ്ഥാനത്ത് ഭരണം പിടിക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ദേശീയ തലത്തിൽ പാർട്ടി ഏകോപിപ്പിക്കാൻ കഴിയും എന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ നോർത്ത് ഇന്ത്യൻ ലോബിയുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് അവർ പറയുന്ന കാര്യം. അത് ഏറെക്കുറെ ശരിയുമാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഭരണം ഉറപ്പാക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് ദേശീയ നേതൃത്വത്തിനടക്കം കൃത്യമായി ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അവർ സജീവമായിരിക്കുന്നതും. ഒരു കാര്യത്തിൽ നേതൃത്വം വിജയിച്ചിരിക്കുന്നു. അതായത് നേതൃതലത്തിൽ അത്തരത്തിലൊരു പരസ്യ പ്രതികരണം ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. ഒരു ആശയക്കുഴപ്പം നേതാക്കളിലോ പ്രവർത്തകരിലോ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരസ്യ പ്രതികരണം ഉണ്ടാകാൻ പാടില്ല എന്ന കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നേതാക്കൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പലരെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടെങ്കിലും പ്രതിപക്ഷ നേതാവ് VD സതീശനോ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയോ ഇപ്പോൾ അഭ്യൂഹങ്ങളിൽ നിറയുന്ന KC വേണുഗോപാലോ തങ്ങൾക്ക് മുഖ്യമന്ത്രിയാകണം എന്ന ഒരു പരസ്യമായ പ്രതികരണം അല്ലെങ്കിൽ അത്തരത്തിൽ വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എവിടെയും ഇതുവരെ ഉന്നയിച്ചിട്ടില്ല. ഇനി അങ്ങോട്ട് ഉന്നയിക്കാനുള്ള സാഹചര്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നന്നേ കുറവുമാണ്. അങ്ങനെ ചെയ്താൽ അതുണ്ടാക്കുന്ന രാഷ്ട്രീയമായ വിവാദങ്ങളെക്കുറിച്ച് അവർക്ക് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, മികച്ച പ്രകടനം നടത്തി അധികാരത്തിലേക്ക് വരാൻ കഴിഞ്ഞാൽ അപ്പോൾ മാത്രം അതിനെപ്പറ്റി ചിന്തിച്ചാൽ മതി എന്നൊരു പരസ്യ നിലപാട് അവർ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ആണ് അണിയറയിൽ അത്തരം നീക്കങ്ങളൊക്കെ നടക്കും. ഒരുപക്ഷെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പട്ടികയിൽ ഇടം പിടിക്കാനായി ഗ്രൂപ്പ് നേതാക്കൾ നടത്തിയ ശ്രമങ്ങളൊക്കെ അതിലേക്കുള്ള ഒരു വഴിയായി തന്നെ കാണേണ്ടി വരും. പക്ഷേ നിലവിൽ കെ സുധാകരന്റെ പുറകെ PJ കുര്യനോട് അത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത് കോൺഗ്രസ് ക്യാമ്പിൽ വലിയ ചർച്ചകൾക്ക് വഴിപാകിയിട്ടുണ്ട്. പക്ഷേ അതിനോടുള്ള നേതാക്കളുടെ പ്രതികരണം, ഈ നേതാക്കളുടെ പ്രതികരണം എന്താകും എന്നതാണ് അതിന്റെ രാഷ്ട്രീയമായ പ്രാധാന്യം ഇനി വർദ്ധിപ്പിക്കുന്നത്. അതാണ്. അതായത് ഡാൻ സൂചിപ്പിക്കുന്ന പോലെ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 നേതാക്കൾ KC വേണുഗോപാൽ ആകട്ടെ
അല്ലെങ്കിൽ വി ഡി സതീശനാകട്ടെ രമേശ് ചെന്നിത്തലയാകട്ടെ മുഖ്യമന്ത്രി ക്ലെയിമുമായി മുന്നോട്ട് വന്നിട്ടില്ല എന്നത് വസ്തുത തന്നെയാണ്. ചോദ്യങ്ങളിൽ അവർ സമർത്ഥമായ മറുപടി തന്നെ നൽകുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അനുകൂലികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് അവർ മുതിർന്ന നേതാക്കൾ കൂടിയാണ്. കെ സുധാകരനെ പോലെയുള്ള ഒരു നേതാവ്, ഇപ്പോഴിതാ പിന്നാലെ PJ കുര്യനെ പോലെയുള്ള നേതാവ്, അവർ ആണ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകും എന്ന തരത്തിലുള്ള പ്രതികരണവുമായി രംഗത്ത് വരുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ, വോട്ടെടുപ്പ് പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിനകത്ത് ഇത്തരം അഭിപ്രായ ഭിന്നതകൾ രൂപപ്പെടുമ്പോൾ അത് വരും ദിവസങ്ങളിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നാണ് നമ്മൾ പരിശോധിച്ചത്. എന്തു തന്നെയാണെങ്കിലും ഈ പറയുന്നത് പോലെ അവകാശവാദവുമായി നേതാക്കൾ ഇതുവരെയും രംഗത്ത് വന്നിട്ടില്ല എന്നതും വസ്തുത തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.